ഹായ് ഓൾ, സോ വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ കപ്പലിന് കിട്ടിയ അടുത്ത ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കി പോയിട്ട് അവിടുന്ന് ഗ്രെയിൻസ് ലോഡ് ചെയ്യുക. ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഭക്ഷ്യ വസ്തുക്കൾ, അതായത് ഗോതമ്പ്, ചോളം, സോയാബീൻ അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ലോഡ് ചെയ്തിട്ട് ബ്ലാക്ക് സീയും മെഡിറ്ററേനിയൻ സീയും നോർത്ത് അറ്റ്ലാന്റിക് ഓഷനൊക്കെ മറിച്ച് കടന്ന് അമേരിക്കയിൽ കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്യാൻ നമ്മുടെ കപ്പലിൻ്റെ അടുത്ത ജോലി. അങ്ങനെ നമ്മൾ തുർക്കിയിലെത്തി നമ്മുടെ ലോഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഗ്രെയിൻസ് ലോഡിൽ സ്റ്റാർട്ട് ചെയ്തു. അവർ ലോഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിന് വലിയൊരു ട്രേ കൊണ്ടുവന്ന് വയ്ക്കും. ആ ട്രേ എന്ന് പറഞ്ഞാൽ വലിയ നീറ്റ് ആൻഡ് ക്ലീൻ ട്രേ ആട്ടോ, കാരണം ഭക്ഷിക്കുന്ന സാധനമല്ലേ. എന്നിട്ട് ട്രക്കിൽ കൊണ്ടുവന്നിട്ട് അവർ ഈ ഗ്രെയിൻസ് കൊണ്ടുവന്നിട്ട് ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ആ ട്രെയിലേക്ക് ലോഡ് ചെയ്യും. എന്നിട്ട് ആ ട്രെയിൽ നിന്ന് അവരുടെ ക്രെയിൻ വെച്ച് പൊക്കിയിട്ട് നമ്മുടെ കപ്പലിലോട്ട് ഇടും. ഇങ്ങനെയാണ് അവർ പ്രൊസീജിയർ. ഇതുപോലെ ക്രെയിൻ വെച്ച് പൊക്കിയിട്ട് നമ്മുടെ കപ്പലിലോട്ട് ഇടും. ഇങ്ങനെയാണ് അവരുടെ ലോഡിങ് പ്രൊസീജിയർ. അങ്ങനെ ലോഡിംഗ് ഒക്കെ നല്ല ഫാസ്റ്റായി സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ഹോൾഡിലും പല പല ടൈപ്പ് കാർഗോണ് നിറയ്ക്കണേ. അപ്പോൾ ഏതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു ഹോൾഡ് നിറയ്ക്കുന്നത് ഈ കാണുന്ന ചോളാണ് ഒരു ഹോൾഡിൽ നിറയ്ക്കുന്നത്. അടുത്ത ഹോൾഡിൽ നിറയ്ക്കുന്നത് ഈ കാണുന്ന സോയാബീനാണ് വേറൊരു ഹോൾഡിൽ നിറയ്ക്കുന്നത്. അടുത്തൊരു ഹോൾഡിൽ നിറയ്ക്കുന്നത് ഈ കാണുന്ന സോയാബീൻ മീൽ എന്ന് പറയും. അതെന്താ സംഭവം ഈ കറക്റ്റായിട്ട് അറിയില്ല. സോയാബീൻ മീൽ എന്നാണ് ഇനി നിറയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ മുന്നത്തെ ഒരു ഹോൾഡ് നിറയ്ക്കുന്നത് പേൾഡ് വീറ്റ്. പേൾഡ് വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പാണ് നിറയ്ക്കുന്നത് വേറൊരു ഹോൾഡിൽ. ഇങ്ങനെ എല്ലാ ഹോളിലും പല പല ഐറ്റംസാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു ഹോൾഡിൽ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ ക്യാനിലാക്കിയിട്ട് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോഡിങ്ങൊക്കെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ടൊന്ന് ടർക്കി ഒന്ന് കാണാൻ പോയി. അവിടെ എത്തിയിട്ട് കാണാൻ പോകണ്ടേ, അധികം നേരമൊന്നുമില്ല, ഒരു 3-4 മണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കറങ്ങി. നമ്മുടെ പോയിൻ്റെ തൊട്ടടുത്താണ് സിറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങി വന്നു. അപ്പോഴേക്കും നമ്മുടെ ഹോൾഡൊക്കെ ഏകദേശം നിറഞ്ഞു തുടങ്ങി. അപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഇതുപോലൊരു JCB പോലത്തെ ഒരു വണ്ടി ഹോൾഡിൻ്റെ ഉള്ളിലേക്ക് ഇടും. അതിൻ്റെ പേലോഡർ എന്നാണ് ഞങ്ങൾ പറയുക, അല്ലെങ്കിൽ ബുൾഡോസർ. അതിനിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഫില്ല് ചെയ്ത കാർഗോ ഒന്ന് ട്രിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിരത്താൻ. അന്നേരമാണ് നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡൊക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. സ്റ്റെബിലിറ്റിക്കും കൂടി വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ട്രിം ചെയ്യണം. അപ്പോൾ ട്രിമ്മിങ്ങിന് വേണ്ടി അവർ ഓരോ JCB ഒക്കെ ഇട്ടിട്ട്, അതായത് പേലോഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രിം ചെയ്യും. അതിൻ്റെ വീഡിയോ ബാക്കിൽ വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കുന്നുകൂടിയിട്ടാണ് അവർ എന്താ പറയുക ക്രെയിൻ വെച്ചിടുക. അപ്പോൾ ഇതുപോലെ JCB കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ട്രിം ചെയ്യും, ഇങ്ങനെ നിരപ്പാക്കും. കണ്ടോ, ഇതിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാം കാർഗോ കംപ്ലീഷനൊക്കെ ആവാറായി. നമ്മുടെ ഗോതമ്പൊക്കെ അവർ ട്രിം ചെയ്ത് കഴിയാറായി. അതിൻ്റെ ഇടയിൽ ഈ ഡെക്കിൽ കുറേ കാർഗോ ഇങ്ങനെ വേസ്റ്റ് ആയി വീണ് എടുക്കേണ്ടത് കണ്ടോ. ഇതൊന്നും അവർ കൊണ്ടുപോയില്ല. ഇതൊക്കെ നമ്മൾ നാളെ കാലത്തിൻ്റെ നേരെ മീനിന് ഫുഡാക്കി കൊടുക്കും. അങ്ങനെ കുറേ കാർഗോ വേസ്റ്റ് ആയിട്ട് കിടക്കും. അതിൻ്റെ അവർ അവസാനം വന്ന് സീലിംഗ് ഒക്കെ ചെയ്തു. ഫിമിഗേഷന് വേണ്ടി സീലിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ സെയിലിംഗ് തുടങ്ങിയത് ഞാൻ പറഞ്ഞ പോലെ കാലത്തായപ്പോൾ നമ്മുടെ ക്രൂ ഡെക്കിൽ കിടക്കുന്ന വേസ്റ്റായി കാർക്ക് എടുത്ത് മീനിന് ഭക്ഷണം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രൂ ഒക്കെ അവിടെ വാഷിംഗ് ഒക്കെ തുടങ്ങി. കാരണം പൊടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കപ്പലിലെ അക്കോമഡേഷൻ്റെ ഭാഗത്ത് വന്നപ്പോൾ. ഇനി ഞങ്ങൾ പോണ റൂട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന വൈറ്റ് കളർ പാട്ടാണ് നമ്മുടെ കടൽ, യെല്ലോ കളർ പാട്ടാണ് നമ്മുടെ ലാൻഡ്, അതാണ് ചാട്ടിൽ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സീലാണ്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നേരെ ആ കുപ്പിക്കഴുത്ത് പോലൊരു സ്ഥലം കണ്ടു, ഭയങ്കര ചെറിയ നാരോ ആണ്. അതിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്ന് നമ്മൾ നേരെ മെഡിറ്ററേനിയൻ സീയിലെത്തും. മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് നമ്മൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെ ഇടയിലൊക്കെ ആയിട്ടൊരു ജിബ്രാൾട്ടർ സ്ട്രൈറ്റ് ഉണ്ട്. അതും ഭയങ്കര നാരോ ആയിട്ടൊരു ചാനലാണ്. അതിൻ്റെ ഉള്ളിലൂടെ കടന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ, ദ വൈഡ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ. അതിനെ നേരെ മുറിച്ച് കടക്കുന്നത് നമ്മളെത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് പേപ്പർ ചാർട്ടാണ്. ബട്ട് നമ്മൾ ഈ ചാർട്ട് റെഫർ ചെയ്തല്ല പോവാം, നമ്മൾ ഇലക്ട്രോണിക് ചാർട്ട് ചെയ്ത് ഈ ചാർട്ട് നോക്കിയാണ് പോവാം. ഞാൻ നേരത്തെ കാണിക്കുന്ന കുപ്പിക്കഴുത്താണ്. ഇതിന് ഇസ്താംബുൾ സ്ട്രൈറ്റ് എന്ന് പറയാം. ഭയങ്കര ചെറിയൊരു വഴിയാണ്, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കടത്തി വിടില്ലേ. ഈ കാണുന്ന ഈ കാണുന്ന ട്രയാങ്കിൾസ് ഒക്കെ ഒരു ഷിപ്പാണ്. അവർ വെയിറ്റ് ചെയ്തൊക്കെയാണ്. അവർ ഓരോ ടൈം ഓരോരുത്തർക്ക് അലൗട്ട് ചെയ്യും. ആ ടൈമിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ടൈമായപ്പോൾ നമ്മളതിലൂടെ പാസ് ചെയ്തു. ഇത് അതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്ന വ്യൂ ആണ്. അപ്പുറത്തും ഫുള്ള് കര, പാലം, അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വാട്ടർ ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇസ്താംബുൾ സ്ട്രൈറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് നേരെ മെഡിറ്ററേനിയൻ സീയിലോട്ട് എത്തിയതാണ്. നമ്മുടെ മെഡിറ്ററേനിയൻ സീ നല്ല കാം സീയാണ്. അവിടുത്തെ ഇപ്പോൾ ഞാനൊരു കാക്കകൾ വന്നു നമ്മുടെ കപ്പലിലേക്ക്. കാക്ക നോട്ടീസ് ചെയ്തോ, അതിൻ്റെ ചിറകും തലയും മാത്രം ഡാർക്ക് ബ്ലാക്ക്, ബാക്കിയൊക്കെ ആഷ്. വെറൈറ്റി ആയിട്ടുണ്ടല്ലേ.
അങ്ങനെ ഇസ്താംബുൾ സ്ട്രേറ്റിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരെ ആങ്കർ ഇട്ടു. കാരണം നമുക്ക് ഫ്യൂവൽ അടിക്കണമായിരുന്നു. ഫ്യൂവൽ ഇല്ലാണ്ട് നമുക്ക് അമേരിക്ക എത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് ഫ്യൂവൽ അടിക്കാൻ വേണ്ടി നമ്മളവിടെ ആങ്കർ ഇട്ടു. ഫ്യൂവല് തരാൻ വേണ്ടി നമുക്ക് വേറൊരു ബങ്കർ ബാർജ് വന്നു. നമ്മൾ ഫ്യൂവല് തരാൻ നിർത്തി കൊടുത്ത് ചുറ്റും കപ്പലായിരുന്നു. അന്ന് അടിക്കൽ റെഡ് ലൈൻ്റെ ഉള്ളിലാണ് നമ്മുടെ കപ്പൽ. അതിൻ്റെ ചുറ്റും കാണുന്ന ട്രയാങ്കിൾ വേറെ കപ്പലാണ്. നമ്മൾ ചുറ്റും നിറച്ചും കപ്പൽ ഇങ്ങനെ ഫ്യൂവൽ അടിക്കാനും വേറെ സ്റ്റോർ എടുക്കാനൊക്കെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ഫ്യൂവൽ റെഡ് കാണണം നമുക്ക് ഫ്യൂവൽ തരാൻ വന്ന ബങ്കർ ബാർജ്. അവർ നമുക്ക് അമേരിക്ക വരെ എത്തോളം ഫ്യൂവലൊക്കെ നമ്മുടെ കപ്പലിൽ നിറച്ചു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്ന് നമ്മളെ ഷിപ്പിക്ക്. അതാണ് അമ്പലപ്രാവ്. സാധാരണ പ്രാവുകളൊന്നും വരൽ കുറവാണ്, സീ ബേർഡ്സ് കുറവ് വരും, പ്രാവ് കുറവ് വരൽ കുറവാണ്. ഇപ്പോൾ ഈ പ്രാവ് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്പെയിൻ്റെ അടി കൂടെ പാസ് ചെയ്യാൻ പോണേ. അപ്പോഴാണ് ഈ സ്പെയിൻകാരും ജിബ്രാൾട്ടർക്കാർക്കും ഒരു കൾച്ചറുണ്ട്, ഒരു ഗെയിമുണ്ട്. അവരിങ്ങനെ നടുക്കടലിലേക്ക് കുറേ പ്രാവുകളെ കൊണ്ടുവരും. എന്നിട്ട് അവരെ കാലുമ്പോൾ അവരെ ടാഗ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ പറപ്പിച്ച് വിടും. എന്നിട്ട് ഏത് പ്രാവാണോ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരണേ ആ പ്രാവ് ജയിച്ചു. പക്ഷെ മോസ്റ്റ്ലി എല്ലാം പ്രാവുകളും പാവങ്ങൾ ചത്തുപോകും. അവർക്ക് കടലിൽ സർവൈവ് ചെയ്യാറില്ലല്ലോ. കാരണം നടുകടൽ കൊണ്ടിട്ട് അവർക്ക് തിരിച്ചു പോകാറില്ലല്ലോ. പിന്നെ ചില പ്രാവുകളൊക്കെ ഓരോ കപ്പലിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷേ ഈ പ്രാവ് രക്ഷപ്പെടുന്ന എനിക്ക് അറിയായിരുന്നു. കാരണം ഞങ്ങൾ നേരെ സ്പെയിൻ്റെ അടിയിൽ ജിബ്രാൾട്ടർ സ്ട്രേറ്റിലേക്കാണ് പോണേ. അപ്പോൾ കരയെ കാണുമ്പോൾ ഇത് പോകുമെന്ന് അറിയായിരുന്നു. സോ ആ പ്രാവ് രക്ഷപ്പെട്ടു. ഞാനൊരു മൃഗസ്നേഹിയായിരുന്നു. ഞാൻ അരിമണിയും ഫുഡൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെൻ്റെ ടെറിട്ടറിയായ ജിബ്രാൾട്ടറിൽ നിർത്തി. അവിടെ നമുക്കൊരു ഹൾ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ കപ്പലിൻ്റെ അടിയിൽ ഇങ്ങനെ ഡൈവേഴ്സ് വന്ന് ചാടി ഇൻസ്പെക്ഷൻ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഷിപ്പിൻ്റെ അടിയിലൊക്കെ അവർ നന്നായി ഇൻസ്പെക്റ്റ് ഒക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല, ഞാൻ വാച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നല്ല കാം ചെയ്യാറുണ്ട് നമുക്ക് ജിബ്രാൾട്ടർ സ്റ്റേറ്റിലായാലും മെഡിറ്ററേനിയനിലായാലും. ഇനി നമ്മൾ കയറുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ. അങ്ങനെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ കയറിയതും ആസ് വി എക്സ്പെക്റ്റഡ് റഫ് വെതർ സ്റ്റാർട്ട്. അങ്ങനെ കപ്പൽ ഇളകി മറിയാൻ തുടങ്ങി. നല്ല റഫ് വെതർ ആയിരുന്നു. നോർത്ത് അറ്റ്ലാന്റിക് ഓൾവേസ് ഇങ്ങനെയാണ്, എപ്പോഴും റഫ് സീയാണ്. ഡിസംബറിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നല്ല റഫ് സീയാവും. 5-6 മീറ്ററുള്ള സ്വെല്ലൊക്കെ അടിച്ച് ഫുൾ സ്പ്രേയും ഉറക്കില്ല, വലിയ മെനക്കേടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ യു എസിലെത്തി. നമുക്ക് ഇനി അവിടെ ഡിസ്ചാർജിങ് തുടങ്ങണം. നമുക്ക് 2 പോർട്ടിലായിട്ട് ഇത് ഡിസ്ചാർജ് ചെയ്യേണ്ടത്. അവരുടെ പടുകൂറ്റൻ വലിയ ഭീമൻ ക്രെയിൻ വെച്ചും അവരുടെ ട്രക്കുകളൊക്കെ ഭയങ്കര ലുക്കായിരുന്നു. ട്രക്കൊക്കെ കാണാൻ മറ്റേ GT വൈസിറ്റിലത്തെ ട്രക്കൊക്കെ വല്ലായിരുന്നു. അതിലവരെന്നെ നമ്മുടെ കാർഗോ ഒക്കെ എടുത്ത് കൊണ്ടുപോയി തുടങ്ങി. അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ നമ്മുടെ കപ്പലിൽ തൊട്ടടുത്തൊരു ട്രെയിൻ പോകണം. ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വലിയ ട്രെയിനാണ് കേട്ടോ. നമ്മുടെ നല്ല ഒരുപാട് ബോഗിയുള്ള ട്രെയിനാണ്. ഇതിലൊക്കെയാണ് അവർ നമ്മുടെ കാർഗോ അവരെ നിറച്ചുകൊണ്ടുണ്ട്. നമ്മുടെ കപ്പലിൽ തൊട്ടടുത്തൊരു ട്രെയിൻ പോകണേ. അങ്ങനെ അവരെ ട്രക്കിൽ ഇങ്ങനെ നമ്മുടെ കാർഗോ ഒക്കെ അവർ നിറച്ചു. ഇനി നമുക്ക് 2 പോർട്ടിലായിട്ടാണ് നമ്മൾ ഈ കാർഗോ ഒക്കെ കൊടുക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ പോർട്ടിൽ അവർ ഒരു ഹോൾഡ് മാത്രം ആദ്യത്തെ പോർട്ടിൽ അവർ മൊത്തം എടുത്തു. ഇനി അടുത്ത പോർട്ടിൽ പോയിട്ട് ബാക്കിയുള്ള ഹോൾഡൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. അങ്ങനെ എടുക്കാൻ വേണ്ടി സഹായിച്ച പേലോഡറൊക്കെ അവർ പൊക്കി എടുത്ത് കൊണ്ടുപോകുന്ന വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ക്രെയിൻ വെച്ച് ഈ ഒരു ഹോൾഡ് അവർ മൊത്തം ക്ലിയർ ചെയ്തു. എന്നിട്ട് പേലോഡർ എടുത്തുകൊണ്ടു. ഇനി നമുക്ക് അടുത്ത പോർട്ട് എന്ന് പറഞ്ഞാൽ US ഒരു മിസിസിപ്പി റിവർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പോർട്ടിൽ പോകേണ്ടത്. മിസിസിപ്പി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ റിവറാണ്. അങ്ങനെ നമ്മൾ റിവറിലേക്ക് കയറി. റിവറിലാണെങ്കിൽ മൊത്തം ചെളി വെള്ളം പോലത്തെ വെള്ളം കേട്ടോ. റിവർ എന്ന് പറഞ്ഞാൽ നിവർന്ന് കിടക്കണം, അത്ര വലിയ റിവറാണ്. ഏകദേശം 12 മണിക്കൂർ നമുക്ക് ഈ റിവറിൽ കൂടെ സെയിൽ ചെയ്താലാണ് നമുക്ക് അവസാനം നമ്മുടെ അടുത്ത പോർട്ടിലെത്താം. പക്ഷെ റിവറിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പാലങ്ങൾ, കളർഫുൾ പാലങ്ങളും തൊട്ടടുത്തുള്ള വീടുകളും മൊത്തം US മൊത്തം വ്യൂ നമ്മൾ കണ്ടാണ് നമ്മൾ റിവറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിവറിലുള്ള പോർട്ടിലെത്തി. ഈ പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ബെർത്തില്ല. നമ്മൾ റിവറിൽ തന്നെ നമ്മുടെ കപ്പലിങ്ങനെ ബോയമേ കെട്ടിയിട്ടേക്കാം, ഇങ്ങനെ ബോയ് കണ്ട കെട്ടിയിട്ടേക്കാം. ബെർത്തില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ക്രെയിനൊക്കെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് വരണേ. ഒരു പ്ലാറ്റ്ഫോം, അതിൽ ക്രെയിൻ വെച്ച് പിടിപ്പിച്ചേക്കണം, ഒരു ബോട്ട് ഉന്തിക്കൊണ്ടുവരുന്നേ. സോ ക്രെയിനൊക്കെ ഫ്ലോട്ടിംഗ് ആണ് അവിടെ. ഈ ക്രെയിൻ ഇങ്ങനെ ഉന്തിക്കൊണ്ടുവന്ന് ബോട്ട് ഉന്തിക്കൊണ്ട് നമ്മുടെ കപ്പലിൻ്റെ സൈഡിലൂടെ നമ്മുടെ കപ്പലായിട്ട് കെട്ടിയിടും. എന്നിട്ട് ഇങ്ങനെ ഒരു ബാർജ് കൊണ്ട് ഉന്തിക്കൊണ്ടിരും. ബോട്ട് കണ്ട ഒരു ബാർജ്. ഈ ബാർജിലേക്കാണ് നമ്മുടെ ഷിപ്പിൽ നിന്ന് എടുക്കുന്ന കാർഗോ കൊണ്ടിടുക. എന്നിട്ട് ആ ബാർജ് എന്ന് പറയുമ്പോൾ അത് അടച്ചിട്ട് വേറെ ബോട്ട് വന്ന ബാർജിന് ഉന്തിക്കൊണ്ടും അടുത്ത ബാർജ് കൊണ്ടിടും. അങ്ങനെ ഫുൾ ഫ്ലോട്ടിങ്ങിൻ്റെ കളിയാണ് ഇവിടെ. ക്രെയിനും ബാർജും ഫുൾ ഫ്ലോട്ടിംഗ് ആണ്. നമ്മളും ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് ക്രെയിൻ ആണെങ്കിലും അതിൻ്റെ ഗ്രാബും ക്രെയിനൊക്കെ വലിയ വലിയ ക്രെയിനായിരുന്നു. ഗ്രാബും ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഡിസ്ചാർജൊക്കെ നല്ല ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹോൾഡൊക്കെ ഏകദേശം ഫുള്ളും ഫിനിഷ് ചെയ്തവർ ഫുൾ ക്ലീനാക്കി. ഇങ്ങനെയാണ് അവർ കൊണ്ടുപോകണം. കണ്ട ഇങ്ങനെ 10-30 ബാർജുകൾ ഇങ്ങനെ ഒറ്റ ബോട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകണം. കണ്ട ആ ബോട്ടിന് വല്ലാത്ത പവർ. ഇങ്ങനെ ഒറ്റ ബോട്ടിന് 10-30 ബാർജുകൾ ഉന്തിക്കൊണ്ടു റിവറിൽ മൊത്തം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാം ഡിസ്ചാർജിങ്ങും കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത വോയേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ US തന്നെ പിന്നെയും ഗ്രെയിൻസിൽ ഓടിച്ചിട്ട് നേരെ ചില്ലി കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്യുക, സൗത്ത് അമേരിക്കയിൽ. അപ്പോൾ ചില്ലി നമ്മൾ പോണത് പനാമ കനാൽ ക്രോസ് ചെയ്തിട്ടാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പനാമ കനാൽ ക്രോസ് ചെയ്യാൻ. ഫസ്റ്റ് ടൈമാണ്.
അപ്പോൾ പനാമ കനാലിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദെൻ ഓക്കെ, ബൈ.